ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഇന്ന് അടുക്കളയിലോട്ട് വന്നത്. രാവിലെ എന്തുണ്ടാക്കണമെന്ന് ഇന്നലെ തീരുമാനിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താലല്ലേ നമുക്ക് ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ വൈകിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. അപ്പോഴത്തേക്കും ഞാൻ കയറി അങ്ങ് കിടന്നു. അപ്പം പിന്നെ രാവിലത്തെ പ്ലാനിങ് ഒന്നും നടന്നില്ല. അപ്പം രാവിലെ ഓർത്ത് എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഓർത്ത് എന്നാൽ ഒരു ഗോതമ്പ് ദോശയും എന്നാൽ സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ നോക്കിയപ്പോൾ ആകപ്പാടെ കിഴങ്ങും ഒരു വഴുതനങ്ങയും തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ബുദ്ധി ഫ്രിഡ്ജിനകത്ത് തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എനിക്കൊരു ലഡു പൊട്ടി എന്ന് പറയത്തില്ല, എന്ത് പറഞ്ഞാലേ ഞാൻ നോക്കിയപ്പോൾ അതെടുത്ത് ഞാനെന്താ വെള്ളരിക്കായ്ക്ക് പകരം അതരിഞ്ഞെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിനകത്തു നിന്ന് തണ്ണിമത്തങ്ങ എടുത്ത് അതെല്ലാം ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിട്ട് ഞാൻ അതെല്ലാം അരിഞ്ഞ് കുക്കറിനകത്താക്കി അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി അതവിടെ ഇട്ടിനി വേകട്ടെ. അതിന് ശേഷം ഞാനിങ്ങനെ പിന്നെന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2-3 ദിവസമായി ഈ പയർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും തിരിച്ചു വെക്കും, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും തിരിച്ചു വെക്കും. അപ്പോൾ ഇന്നതടുത്തൊരു പയർ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ എന്നാ പറഞ്ഞാലും വിചാരിച്ചു ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വിചാരിച്ചു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം പിന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞെല്ലാം പെറുക്കിയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഈ ഒരു ടിപ്പ് തരുവാണേ. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പൊക്കെ ആയിരിക്കും. ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ല നല്ല ടേസ്റ്റാണ്, അതെങ്ങനായിരിക്കും ആ അവിയലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈ അമ്പലത്തിൽ പോയി ഇങ്ങനെ ഞങ്ങളുടെ ശിവൻ്റെ അമ്പലത്തിൽ പോയി ഞാനും ഇതൊക്കെ ചെയ്യുമായിരുന്നേ നേരത്തെയൊക്കെ. അപ്പോൾ ഈ അവിയലിന് എങ്ങനെയാണെന്നറിയാം, നമ്മൾ വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഒന്നും ഉപയോഗിക്കരുത്. ആകെപ്പാട് ചെയ്യേണ്ടത് തേങ്ങയും നല്ല ജീരകവും മാത്രം അരയ്ക്കണം. അതിനാണ് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് ഒരു അമ്പലത്തിലെ അവിയലിലേക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ സാമ്പാറിനും അതുപോലെ തന്നെ ചെറുതായിട്ട് ശർക്കര ചേർക്കണം. അതാകുമ്പോൾ അതിനും ഒരു നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അവിയലും മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ